എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചട്നി ഉണ്ടാക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് ഒരു മിക്സിയിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 5-10 ചെറിയുള്ളി തൊലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3-4 വെളുത്തുള്ളിയാണ്. അതിനുശേഷം നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ തക്കാളി ഉള്ളിയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചെടുത്താൽ ഇത് ഇങ്ങനെയുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് നല്ല കളറുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായാൽ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകിട്ട് പൊട്ടിയാൽ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. കുറച്ച് കായപ്പൊടി ഇതിലേക്ക് തീ കുറച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതുകൂടി മൂത്താൽ നമുക്ക് നമ്മൾ അടിച്ചു വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് തീ കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ നമുക്കിത് ചെറുതീയിലിങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടായാൽ നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇഡ്ഡലിക്ക് ദോശക്കൊക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.